ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജിൻഡോ കയ്യടി മേടിച്ച് ഇന്ന് പ്രേക്ഷകർ അവിടെ കാണാനിരിക്കുന്ന പ്രേക്ഷകർ നിർത്താതെ കൈയടിച്ചു ജിൻഡോയുടെ ഒരു സംസാരം കേട്ടപ്പോൾ. എന്താണെന്ന് വെച്ചാൽ ജാസ്മീനെ കുറിച്ച് പ്രേക്ഷകരായ നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ ജിൻഡോ ഇന്ന് അത് അവിടെ ലാലേട്ടൻ്റെ മുന്നിൽ അവതരിപ്പിച്ച്, അതായത് ചാർജിങ് പോയിന്റിലേക്ക് ഓരോ ചാർജ് കുറഞ്ഞു പോയ വ്യക്തികളെ കൊണ്ട് നിർത്തുന്ന ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ പേര് പറയും. അപ്പോൾ ജിൻഡോ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ പേരാണ്. ജാസ്മിൻ വന്ന് നിന്നപ്പോൾ പറഞ്ഞ ഒരേ ഒരു കാര്യം, നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യം, അതായത് ഗബ്രി ആയിട്ടൊന്ന് വേർപെട്ടിട്ട് ഒറ്റയ്ക്ക് ഇവർ കളിക്കുക. അവർ ജാസ്മിന് നല്ലപോലെ ഗെയിം കളിച്ച് മുന്നോട്ട് വന്ന് ടൈറ്റിൽ വിന്നർ ആകാനുള്ള കഴിവുള്ളതാണ്. പക്ഷേ ഈ കോപ്രായങ്ങളുടെ പേര് ജാസ്മിൻ ഇതുപോലെ നെഗറ്റീവായിട്ട് പുറത്ത് മാറിക്കൊണ്ടിരിക്കുക. അത് ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആ കുട്ടിക്ക് മനസ്സിലാകാത്ത രീതിയാണ്. അപ്പോൾ ജിൻഡോ പറയാണ്, ഇവരെ ഞാൻ രണ്ടായിട്ട് മാറ്റി 2 സ്ഥലത്തായിട്ട് ഇട്ടു. എന്നിട്ടും ജാസ്മിൻ അത് കേൾക്കാതെ ഡെൻ റൂമിലൊക്കെ പോയിരിക്കുക. ഗബ്രിയുടെ പുറകെ നടപ്പാണ്. ഗബ്രി ഇരിക്കുന്ന റൂമിൽ പോയിരിക്കുക. അങ്ങനെ അന്ന് ഇരുന്നപ്പോഴാണ് ലാലേട്ടൻ ഞങ്ങൾക്ക് ആ റൂം അന്ന് പൂട്ടേണ്ടി വന്നതും അതിൻ്റെ കാരണം അതാണ്. അങ്ങനെ ഞങ്ങൾ മാറ്റിയിട്ടും ജാസ്മിൻ എന്ത് ചെയ്താലും മാറുന്നില്ല. ഇപ്പോഴും ഗബ്രിയുടെ പുറകെ തന്നെ നടക്കുകയാണ്. ഇവർ ആരൊക്കെ മാറ്റേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ രണ്ട് ടീമിലിട്ടതാണ്, ഞാൻ മാറ്റിയതാണ്. ഇനിയാണേലും എൻ്റെ ആഗ്രഹം ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ച് മുന്നേറി വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് വളരെ അച്ചടി വടിവിൽ നല്ല പോലെ പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞ നിമിഷം അവിടെ പ്രേക്ഷകരായിട്ടിരിക്കുന്ന ഒരു വലിയ കയ്യടി. കാരണം അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രേക്ഷകരെല്ലാം ഇത് ആദ്യകാലം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നല്ല രീതിക്ക് ഈ ചീത്തവാക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിക്ക് ആദ്യത്തെ ഒരാഴ്ച എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറഞ്ഞ് നല്ല സംസ്കാരത്തോടെ ഒരാഴ്ച പെരുമാറിയിരുന്നു. അതുപോലെ പെരുമാറുന്ന ഒരു ജാസ്മിൻ തിരിച്ചു വരട്ടെന്ന് ജിൻഡോ പറഞ്ഞു.